عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ KMIC-യിലെ കൂട്ടുകാരെ, റേഡിയോ ശ്രോതാക്കളെ, വളരെ സന്തോഷിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ സമയത്ത് ഉള്ളത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മുടെ ആദർശ പടയോട്ടത്തിന്റെ രംഗങ്ങൾ ഒപ്പിയെടുത്ത് KMIC അങ്ങിലേക്ക് എത്തിച്ചു തന്നത് സൗഹൃദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. അതിനിടയിൽ അത് തീർന്നപ്പോൾ ഇനി നമുക്ക് യാസീൻ, സൂറത്ത് യാസീൻ, അതുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളിലേക്ക് ചെറിയ ഒരു എത്തിനോട്ടം, ചെറിയ ഒരു പ്രവേശനം നടത്തുകയാണ് ഇപ്പോൾ നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്തരം സംരംഭങ്ങൾ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ 1-2 ക്ലാസുകളിലായി ഖുർആനിന്റെ ആശയ സമ്പുഷ്ടതയെക്കുറിച്ചും യാസീനിന്റെ പ്രത്യേകിച്ചുള്ള മഹത്വങ്ങളെക്കുറിച്ചും ചെറിയ രൂപത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ഇന്ന് യാസീനിലേക്ക് തന്നെ നേരിട്ട് ഇറങ്ങി ചെറിയ രൂപത്തിൽ യാസീനിനെ കുറിച്ച് പരിചയപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഹൃദയം എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള സൂറത്ത് യാസീൻ എന്തുകൊണ്ടും നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ഓരോ മനുഷ്യന്റെയും ഓരോ മുഅ്മിനിന്റെയും ഹൃദയത്തിൽ അത് ഉണ്ടായിരിക്കണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്ന് പരിചയപ്പെടുത്തപ്പെടുമ്പോൾ അതിന്റെ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഹൃദയത്തിനുള്ള സ്ഥാനം ഭൗതികമായും ആത്മീയമായും ഹൃദയത്തിന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനം എത്രമാത്രം ഉന്നതമാണ് എന്നത് ഒരു ചർച്ചയ്ക്ക് പ്രാധാന്യമർഹിക്കുന്ന വിഷയം തന്നെയാണ്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിലെ ഹൃദയം ഭൗതികപരമായി ചിന്തിക്കുകയാണെങ്കിൽ, അതുപോലെ ആത്മീയപരമായി ചിന്തിക്കുകയാണെങ്കിലും നമ്മുടെ എല്ലാ കൺട്രോളിങ്ങും എല്ലാ ഒരു ട്രാൻസ്ഫോർമറായി പ്രവർത്തിക്കുന്ന ഒരു ഭാഗമാണ് ശരീരത്തിന്റെ ഹൃദയം. അതുപോലെ വിശുദ്ധ ഖുർആൻ ഷരീഫിലെ എല്ലാ സൂറത്തുകളിലും 114 സൂറത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിന്റെ എല്ലാ ആശയങ്ങളിലേക്കും സൂചന നൽകുന്ന, വെളിച്ചം വീശുന്ന ആയത്തുകളും അടിസ്ഥാന തത്വങ്ങളും സൂചനകളും ഉൾക്കൊള്ളുന്ന അർത്ഥഗർഭമായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ ഭൗതികപരമായി നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ശരീരത്തിലെ ഹൃദയം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തസംക്രമണം നടക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം മൂലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് സ്വാംശീകരിക്കപ്പെട്ട ഊർജം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ രക്തസംക്രമണം വഴി എത്തുമ്പോൾ ആ പ്രവർത്തനം ഹെഡ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മൾ പ്രസംഗങ്ങളിലും മറ്റും അനൗൺസ്മെന്റുകളും ഒക്കെ
എന്നൊക്കെ പറയുമ്പോൾ പള്ളിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മദ്രസയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിനെ കുറിച്ചൊക്കെ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് ആ മദ്രസ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതോ ഇന്ന നമ്മുടെ നാടിന്റെ ഹൃദയഭാഗത്താണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രശംസിക്കാറുണ്ട്. ഇതൊക്കെ ഹൃദയത്തിൽ നമ്മുടെ സംസാരങ്ങളിലും അല്ലാതെയുമൊക്കെ നമ്മൾ നൽകുന്ന ഒരു വലിയ സ്ഥാനമാണ്. അപ്പൊ ഇങ്ങനെ ഭൗതികപരമായി ചിന്തിക്കുമ്പോൾ തന്നെ ഹൃദയം എല്ലാത്തിന്റെയും ഒരു കൺട്രോളിംഗ് പോയിന്റാണ്, കൺട്രോളിംഗ് ഏരിയയാണ്. ഇനി ആത്മീയപരമായും ഹൃദയത്തിന്റെ സ്ഥാനം വലിയ പ്രാധാന്യമർഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായാൽ മനുഷ്യൻ ആസകലം നന്നായി, ശരീരം മുഴുവനും നന്നായി. ആ മാംസപിണ്ഡം കേടുവന്നാൽ, അത് ചീത്തയായി പോയാൽ ശരീരം ആസകലം കേടുവന്നു പോയി, മനുഷ്യൻ ആസകലം ദുർമാർഗിയായി പോയി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് പരിചയപ്പെടുത്തി. ആത്മീയമായി ചിന്തിക്കുമ്പോഴും ഹൃദയമാണ് നന്നാകുന്നതിന്റെയും ചീത്തയാകുന്നതിന്റെയും ഒക്കെ മുൻപിലുള്ള അതിന്റെ കൺട്രോളിംഗ് പോയിന്റ്, കൺട്രോളിംഗ് ഏരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഖുർആൻ ശരീഫിന്റെ ഹൃദയമായി യാസീൻ സൂറത്ത് വരുമ്പോൾ ഖുർആനിന്റെ മറ്റു സൂറത്തുകളിലേക്കും ആയത്തുകളിലേക്കും ഒക്കെ തുലനം ചെയ്തു നോക്കുമ്പോൾ ഈ യാസീൻ എങ്ങനെ ഹൃദയമായി വരുന്നു എന്നത് ഒരു ചിന്തനീയമായ വിഷയം തന്നെയാണ്. എങ്ങനെയാണ് ഒരു യാസീനെ കുറിച്ച് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് യാസീൻ സൂറത്ത് ഹൃദയമായി വരുന്നത് എന്ന് അവൻ സ്വാഭാവികമായും ചിന്തിച്ചു പോകും. അതിന്റെ ഏതാനും ചില സൂചനകളിലേക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കടക്കാം. സൂറത്ത് യാസീൻ വിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഹൃദയമാണ് എന്നത് വിവരിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ചെറിയ ഒരു ഓട്ടപ്രദർശനം നടത്തൽ ആവശ്യകരമാണ്. ഖുർആൻ യാസീൻ സൂറത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു ഓട്ടപ്രദർശനം, ഒരു ചെറിയൊരു എത്തിനോട്ടം ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ രൂപത്തിൽ യാസീനെ നിരീക്ഷിക്കുമ്പോഴാണ് യാസീൻ ഹൃദയത്തിന്റെ റോഡ് ആ യാസീൻ സൂറത്ത് നടത്തുന്നത് നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ യാസീനിന്റെ ആദ്യം മുതൽക്കുള്ള വിശദീകരണം കൂടുതലില്ലാത്ത ഒരു പരിചയപ്പെടൽ നമുക്ക് ആവശ്യമായി മാറുന്നു. മാത്രമല്ല, ഒരു വിഷയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി പഠിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് അതിന്റെ ഉൾഭാഗങ്ങളിൽ പറയാൻ പോകുന്ന, വിവരിക്കപ്പെടാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് ആ വിദ്യാർത്ഥിക്ക് ചെറിയ രൂപത്തിലൊരു ധാരണയുണ്ടാകുമ്പോഴാണ് ആ പഠനം സുഗമമായി നല്ല രൂപത്തിൽ പെട്ടെന്ന് ഗ്രാഹ്യമാകുന്നത്. ആ അതൊക്കെ ചിന്തിക്കുമ്പോഴും യാസീൻ സൂറത്തിനെ ഒരു ചെറിയ രൂപത്തിൽ പരിചയപ്പെടൽ, അവസാനം വരെയുള്ള പരിചയപ്പെടൽ ആവശ്യകരമായി വരുന്നു. മാത്രമല്ല, ഈ വിശദീകരണത്തിൽ നമുക്ക് മറ്റൊരു സംശയം ചുരുളഴിയുകയും ചെയ്യും. എന്താണ്? പൊതുവെ ഖുർആൻ ഓതുമ്പോൾ നമുക്കൊക്കെ കയറിക്കൂടാനുള്ള, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വരാൻ സാധ്യതയുള്ളൊരു സംശയം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അത്ഭുതകരമായ രൂപത്തിൽ, ആശ്ചര്യകരമായ രൂപത്തിൽ ഖുർആനിനെ കൃത്യമാക്കിയപ്പോൾ, ക്രമീകരിച്ചപ്പോൾ വിവരം കുറഞ്ഞ, വേണ്ട രൂപത്തിൽ ഗ്രാഹ്യശക്തിയില്ലാത്ത നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർ ഖുർആനെ സമീപിക്കുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോകാൻ സാധ്യതയുണ്ടോ? ഖുർആൻ ഒരിക്കൽ പറഞ്ഞ ചില ആയത്തുകൾ പറഞ്ഞ ആ ആയത്തുകൾക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ പരസ്പരം ബന്ധമില്ല
ഒന്നിന് വേറെ വിഷയങ്ങൾ, മറ്റേതിൽ വേറെ വിഷയങ്ങൾ, പരസ്പരം ഒരു കോർവയും ഒരു ബന്ധവും ഒരു ക്രമീകരണവും ഇല്ല എന്നൊരു ആക്ഷേപം ചില ആളുകളിൽ നിന്നോ ചിലപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ട്. അപ്പോ ഈ ആക്ഷേപങ്ങൾക്ക് അല്ലെങ്കിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഈ സംശയത്തിന് ഒരു മറുപടിയും കൂടി, ഒരു സംശയ നിവാരണവും കൂടി നമുക്ക് ഇങ്ങനെയുള്ള ഈ ഓട്ടപ്രദർശനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഖുർആൻ യാസീനിന്റെ ആദ്യം മുതൽ അവസാനം വരെ തീർത്തും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതാനും ചില ഭാഗങ്ങളിലേക്ക് ഏകദേശം പകുതിയോളമെങ്കിലും ഒരു ഓട്ടപ്രദർശനം നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സമയം നമുക്ക് നീട്ടിക്കൊണ്ടുപോകുന്നതിന് എനിക്ക് ചെറിയ പ്രയാസവുമുണ്ട്. ഏതായിരുന്നാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൂട്ടുകാരൻ, യാസീനിന്റെ തുടക്കത്തിൽ തന്നെ യാസീൻ വൽഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് തുടങ്ങി യാസീനിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീൻ എന്ന ആയത്ത് പറഞ്ഞതിന് ശേഷം വൽഖുർആനിൽ ഹകീം, യാസീനിന് ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണം നമുക്ക് വിശദമായി തന്നെ പിന്നീട് പറയാം. ഇപ്പോൾ എത്തുനോട്ടമാണല്ലോ. വൽഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം എന്ന ആയത്തിലേക്ക് ഡയറക്റ്റായി നമ്മൾ പോവുകയാണ്. വൽഖുർആനിൽ ഹകീം, സുഭദ്രമായ ഖുർആൻ ഷരീഫിന് തന്നെയാണ് സത്യം. ആണയിട്ട് അല്ലാഹു തആല പ്രസ്താവിക്കുന്നു, സുഭദ്രമായ ഈ ഖുർആൻ ഷരീഫിന് തന്നെയാണ് സത്യം. സുഭദ്രമായ എന്ന് പറയുമ്പോൾ ലാ യഅ്തീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, ഒരു ഭാഗത്തിലൂടെ സമീപിച്ചാലും ഖുർആനിലേക്ക് അനാവശ്യമായത്, അതല്ലെങ്കിൽ സംശയമുള്ളത്, അതല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്നത്, തെറ്റുകൾ കടന്നുകൂടാൻ സാധ്യതയുള്ളത് ഒന്നും തന്നെ ഖുർആനിനോട് ചേരുകയില്ല, ഖുർആനിലേക്ക് കടന്നുകൂടുകയില്ല. അത്തരം ഒന്നിന്റെ ഒരു പൊടി പോലും ഖുർആനിൽ കാണാൻ സാധ്യമല്ല. അതിൽ പറഞ്ഞ അത്രയും വിഷയങ്ങൾ ഒരു സുഭദ്രമാണ് എന്നാണ്. ഖുർആനിൽ ഹകീം, ഹക്കീമായ ഖുർആനിൽ തന്നെയാണ് സത്യം, സുഭദ്രമായ ഖുർആനിൽ തന്നെയാണ് സത്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഖുർആനിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ് അല്ലാഹു തആല. ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, ഓ മുഹമ്മദ് നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ട ആൾ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലുള്ള മുർസലീങ്ങൾ, നേരായ മാർഗത്തിൽ നടന്നു നീങ്ങിയ മുർസലീങ്ങൾ, അങ്ങനെ വഴി കാണിച്ച് കഴിഞ്ഞുപോയ മുർസലീങ്ങൾ അവരുടെ അതേ റൂട്ടിൽ തന്നെയാണ് നിങ്ങളും നിലകൊള്ളുന്നത്. ഇതിന് തെളിവ് ഒപ്പിക്കാനുള്ള സാക്ഷി ഏതാണ്? ഖുർആനിൽ ഹകീം, അത് ഖുർആൻ തന്നെയാണ്, സുഭദ്രമായ ഖുർആൻ തന്നെയാണ്. തൻസീലുൽ അസീസുർ റഹീം, അസീസ് റഹീം എന്നീ വിശേഷണങ്ങളുള്ള അല്ലാഹുവിന്റെ അവതരണമാണ് ഈ വിശുദ്ധ ഖുർആൻ ശരീഫ്. ഇത്രയും ആയത്തുകൾ. ഈ ആയത്തുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ഈ ആയത്തിലൂടെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രമേയ വിഷയങ്ങളിൽ സുപ്രധാനമായതാണ് ഈ അടിസ്ഥാന തത്വങ്ങൾ. കാരണം ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, നബി അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്, പ്രവാചകനാണ്, റസൂലാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ അല്ലാഹു തആല ഉപയോഗിച്ച മാർഗം എന്താണ്? ഖുർആനിനെ നമുക്ക് മുമ്പിൽ എടുത്തു കാണിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ മുന്നിൽ കാണിക്കുന്നത് വിശുദ്ധ ഖുർആൻ ശരീഫ് തന്നെയാണ്. അതാണ് ആ സത്യം ചെയ്ത് പറഞ്ഞതിന്റെ താല്പര്യം.
നബിയെ അങ്ങ് അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ അല്ലാഹു തആല എടുത്തു കാണിക്കുന്നത് വൽ ഖുർആനിൽ ഹകീം, അതിനുള്ള സാക്ഷി, അതിനുള്ള സത്യം അത് ഖുർആൻ ശരീഫാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുമ്പോൾ സംശയത്തോടുകൂടെ വീക്ഷിക്കുന്ന നബിയുടെ കാലക്കാരും ലോകാവസാനം വരെ ജനിക്കാനുള്ള ആളുകളും ഒക്കെ സംശയപരമായി അതിനെ വീക്ഷിക്കും എന്നത് തീർച്ചയാണ്. അങ്ങനെ വീക്ഷിക്കുമ്പോൾ അവർക്ക് മുമ്പിലേക്ക് അവരുടെ സംശയം മാറ്റാൻ, സംശയം കൊടുക്കാൻ ഉള്ള തെളിവ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല നൽകിയിട്ടുള്ള മുഅ്ജിസത്തുകളാണ്. പല പരിപാടിക്കും പല മുഅ്ജിസത്തുകളും നൽകിയപ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള മുഅ്ജിസത്ത് പല മുഅ്ജിസത്തുകളും ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ ശരീഫാണ്. എന്ന് മാത്രമല്ല ഖുർആൻ ശരീഫ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു മുഅ്ജിസത്തും കൂടിയാണ്. അതുകൊണ്ട് ഏത് സംശയമുള്ളവനും സംശയം തീർക്കാൻ ഉള്ള ഒരു മരുന്നാണ് വിശുദ്ധ ഖുർആൻ ശരീഫ്. ആ ഖുർആനിനെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു തആല സത്യം ചെയ്യുന്നത്. ഇവിടെ ഷഹാദത്ത് കലിമയുടെ രണ്ടാം പകുതിയായ വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ആ രണ്ടാം പകുതിയെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു കാര്യവും കൂടി അല്ലാഹു തആല ചെയ്തിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന അത് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതിൽ ഒന്നാം തരം തെളിവ് ഏതാണ്? വിശുദ്ധ ഖുർആൻ ശരീഫ് തന്നെയാണ്. ഖുർആൻ ശരീഫ് തെളിവാണ് എന്നതിന് പ്രത്യേകം ആരുടെയും സപ്പോർട്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും പ്രസ്താവിക്കുകയോ ആരുടെയെങ്കിലും പ്രസ്താവനയോ അതിനാവശ്യമില്ല. ആവശ്യമില്ലാത്ത വിധം അത് ഖുർആനെ സമീപിക്കുന്നവർക്ക് ഖുർആൻ തന്നെ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ഷഹാദത്ത് കലിമയോട് അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന് ഖുർആൻ തന്നെ മുഅ്ജിസത്തിന്റെ റോളിൽ വന്ന് സമർപ്പിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞു തൻസീലുൽ അസീസുർ റഹീം. അടുത്ത ഘട്ടം റസൂലുള്ളാഹിന്റെ വിശ്വാസ്യത സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ റസൂലുള്ളാഹിയിലൂടെ അല്ലാഹുവിനെ കണ്ടെത്തുകയാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കുകയാണ്, അടുത്തറിയുകയാണ്. തൻസീലുൽ അസീസുർ റഹീം, അജയ്യനായ അതിജയിക്കാൻ സാധ്യമല്ലാത്ത കാരുണ്യവാനുമായ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. യാസീൻ സൂറത്ത് എന്നത് ഖുർആനിന്റെ ഹൃദയമാകുന്നതിന്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടെയാണ്. ഒന്ന്, യുടെ രണ്ട് ഭാഗങ്ങളും അല്ലാഹുവിലുള്ള വിശ്വാസവും അവന്റെ റസൂലിലുള്ള വിശ്വാസവും ഇവിടെ സമർപ്പിക്കപ്പെട്ടു. അതിന് നമുക്ക് ലഭിച്ച വഴി ഏതാണ്? നമ്മുടെ മുന്നിൽ അത് മനസ്സിലാക്കാനുള്ള റൂട്ട് ഏതാണ്? വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് നിബിധങ്ങളുടെ കാലത്തും അത് വഴിയാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്കും അത് വഴിയാണ്. ഈ അത്ഭുതകരമായ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വാക്കുകളിൽ സത്യവാനാണെന്ന് ബോധ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധം ബോധ്യപ്പെടുന്നതിലൂടെ അല്ലാഹുവിനെ കണ്ടെത്തുകയാണ്. കാരണം റസൂലിന്റെ ഡ്യൂട്ടി തന്നെ, റസൂലിന്റെ വാദം തന്നെ, ഇവിടെ പ്രചരിപ്പിക്കുന്ന വിഷയം തന്നെ അതാ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ് എന്നതാണ് അവരൊക്കെ പ്രധാനമായും വാദിക്കുന്നത്, ധരിക്കുന്നത്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അടുത്ത ആയത്തുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ
ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ തുടങ്ങിയ 6-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് ഈ റസൂലിനെ പിൻപറ്റി ഈ റസൂലിന്റെ വാക്ക് ചെവികൊള്ളുന്ന അനുസരിക്കുന്ന ആളുകൾ, അതുപോലെ അനുസരിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ 2 പാർട്ടുകളാക്കി 2 വിഭാഗമാക്കി തിരിച്ച് അവരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ജനവിഭാഗത്തിന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് നബിയെ അങ്ങേ അയച്ചിട്ടുള്ളത്. അവരുടെ പൂർവിക പിതാക്കന്മാർക്ക് ഈ മുന്നറിയിപ്പുറമാണ് നൽകിയിട്ടില്ല. നമുക്കറിയാം, ഖുറൈശി സമൂഹത്തിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ വരുന്നത്. ആ ഖുറൈശികൾക്ക് മുൻപ് ഒരു പ്രവാചകൻ അല്ലാഹു തആല അയച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അങ്ങനെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അങ്ങനെ വിശദീകരണവുമായി തങ്ങൾ ചെല്ലുമ്പോൾ ആ തങ്ങളുടെ പ്രബോധനം ചെവിക്കൊള്ളാത്ത ആളുകളും ചെവിക്കൊള്ളുന്ന ആളുകളും ഒക്കെ ഉണ്ടാകും. അതാണ് പിന്നീട് പറയുന്നത്, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ ആനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി അയ്ദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശയ്നാഹും ഫഹും ലാ യുബ്സിറൂൻ വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. വിശ്വസിക്കാൻ കഴിയാതെ വിശ്വാസത്തിലേക്ക്, ഈമാനിക കാര്യങ്ങളിലേക്ക്, റസൂലുള്ളാഹിന്റെ ഈ ഖുർആനിലേക്കും മറ്റു ഉപദേശങ്ങളിലേക്കും തീരെ തിരിഞ്ഞു നോക്കാതെ, ചെവി കൊടുക്കാതെ നടക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ നരകത്തിന്റെ ആളുകളായി, കുഫാറുകളായി, അവര് എന്നും കാഫിറിന്റെ അഹ്ലിയായി, നരകത്തിന്റെ അഹ്ലിയായി മാറുകയാണ്. അവർക്ക് ഈ ഉപദേശം ഒരു നിലക്കും ഫലം ചെയ്യില്ല. ഇവിടെ ഇങ്ങനെ ഒരു വിഭാഗം ആളുകളെ കാണാൻ പറ്റും എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് പ്രധാനപദമുള്ള അർത്ഥം നമുക്ക് വിശദമായി പിന്നീട് പറയാം. അതിന് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ 10 ആയത്ത് പറഞ്ഞതിന് ശേഷം 11-ാമത്തെ ആയത്തിൽ وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. ഈ കുഫാറുകൾക്ക് നബിയെ തങ്ങളുടെ ഉപദേശങ്ങളൊന്നും ഫലിക്കുകയില്ല, ഫലവത്താവുകയില്ല. എന്നാൽ അതേസമയം അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഈ ഖുർആൻ ഷരീഫിലേക്ക് ചെവി കൊടുക്കുകയും ഏതവസ്ഥയിലും അല്ലാഹു തആലയെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് മാത്രമാണ് അങ്ങയുടെ ഈ ഉപദേശം ഫലവത്താവുക. അവർക്ക് അല്ലാഹുവിന്റെ പാപമോചനവും അല്ലാഹുവിന്റെ കരീമായ, ഉന്നതമായ, മാന്യമായ, ആദരണീയമായ കൂലിയുമുണ്ട് എന്ന് പിന്നീട് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഇത്രയും പറഞ്ഞതിലൂടെ 2 വിഭാഗത്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ഒരു നിലക്കും ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് ചെവി കൊടുക്കാനോ, സത്യം ഉൾക്കൊള്ളാനോ, സത്യത്തിലേക്ക് തിരിഞ്ഞു നോക്കാനോ തയ്യാറാകാത്ത ആളുകൾ. മറ്റൊന്ന്, സത്യത്തിന്റെ ബാന്ധാവിലേക്ക് കിബറില്ലാതെ വളരെ നല്ല മനസ്സോടുകൂടെ കയറി വന്ന് ഇത് ഉണ്ടാകും. ഇങ്ങനെ 2 വിഭാഗം ആളുകൾ ഉണ്ടാകും എന്നാണ് പിന്നീട് അവതാരം പറയുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മൾ യാസീനിലേക്ക് ഒരു മൊത്തത്തിലുള്ള എത്തിനോട്ടമാണ് ആദ്യം നടത്തുന്നത്. ഇങ്ങനെ 2 വിഭാഗത്തിന് അൽ-ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള സൂറത്തുകൾ പരിശോധിച്ചാൽ ഈ 2 വിഭാഗത്തിനെ അല്ലാഹു തആല ഇടയ്ക്കിടെ പരിചയപ്പെടുത്തുന്നതായി കാണാം. ചില സ്ഥലങ്ങളിൽ അൽ-ബഖറയിലൊക്കെ വിശദീകരിച്ച ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു, ഇന്നാ ജഅൽനാ ഫീ ആനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. 2 കൈകളും ക്രോസാക്കി മേലോട്ട് ഉയർത്തിപ്പിടിച്ച് താടിയെല്ലിനോട് ചേർത്തി വെച്ച് ആ കഴുത്തിൽ ആ 2 കയറുകളും കൂട്ടിക്കെട്ടിയാൽ ആ
മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയുണ്ടാവും? താഴെ അവന്റെ കാൽ ചുവട്ടിലേക്ക് അവൻ കാണാൻ കഴിയില്ല. ഈ ചില പശുക്കളെ കാണാം. നമ്മുടെ കേരളത്തിലൊക്കെ പശുക്കളെ കെട്ടിയിടും. എന്നാൽ തമിഴ്നാട്ടിൽ വന്നാൽ പശുക്കളെ കെട്ടണ സ്വഭാവമില്ല, അതങ്ങനെ വിടലാണ്. അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിലൊക്കെ അവങ്ങനെ നീങ്ങി നടക്കും. എല്ലായിടത്തും അങ്ങനെയാണോ അറിയില്ല, ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ അതങ്ങനെ നീങ്ങി നടക്കും. ഇഷ്ടമുള്ള തോട്ടങ്ങളിലൊക്കെ കയറി സകലവും നശിപ്പിക്കും. ഈ ഉടമസ്ഥർ ചിലപ്പോൾ ചെയ്യുന്ന പണി ഇതിന്റെ കാലിന് ഒരു കയറ് കഴുത്തുനാട് കെട്ടിക്കൊടുക്കും. അപ്പൊ തല അത് ഉടമസ്ഥരോട് ട്രിക്കാണ്. കൂടുതൽ ദൂരത്തേക്കൊന്നും ഇതോട് ഓടിപ്പോകാതിരിക്കാനുള്ള ട്രിക്കാണ് അവരങ്ങനെ ചെയ്യുന്നതാണ്. എന്നതുപോലെ കാഫിരികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു വിഭാഗമാണ്. തിരിഞ്ഞു നോക്കാനും കഴിയാത്ത വിധം അല്ലാഹു തആല ബന്ധിപ്പിച്ച ചില കാഫിരികൾ, ചില സത്യനിഷേധികളുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ട് അവരിൽ കാണാൻ പറ്റുമെന്നല്ല, അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ സീല് വെച്ചിരിക്കുകയാണ്. എത്ര തന്നെ സത്യം കേട്ടാലും അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ പാഠം പഠിക്കാനോ അവർ തയ്യാറാകില്ല. അവർ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ സത്യത്തിനെ മറന്ന് അവർ അവരുടെ വഴിക്കങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗവും ഉണ്ടാകും ഈ കാഫിറുകളുടെ കൂട്ടത്തിൽ. ഇങ്ങനെ രണ്ട് പാർട്ടുകളാക്കി പിന്നീട് വിശദീകരിക്കുകയാണ്. അത് ഖുർആനിൽ ആദ്യം മുതൽ അവസാനം വരെ ഈ രണ്ട് വിഭാഗത്തിന് പലയിടങ്ങളിലും ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതായി കാണാം. അൽ-ബഖറയിൽ ഒരു വിഭാഗത്തിന്, ഈ രണ്ട് വിഭാഗങ്ങളിൽ കുഫാർ എന്ന വിഭാഗത്തിൽ അതിന് തന്നെ മറ്റൊരു വിഭാഗങ്ങളുടെ ഒരു ഉപവിഭാഗവും കൂടി വിശദീകരിച്ചതായി കാണാം. യഥാർത്ഥത്തിൽ അവരും കാഫിറുകൾ തന്നെയാണ്. ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ലാഹു തആലയിലും ഒക്കെ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ വിശ്വാസം വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാതെ കപടന്മാരായി നടക്കുന്ന ആളുകളെ കുറിച്ചും അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ കാഫിർ എന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. മുനാഫിക്കുകൾ, കപടന്മാർ. അവരുടെ മനസ്സിൽ ഉള്ളതിനെതിരാണ് അവർ പറയുക. അവർ ഈമാൻ പുറമേക്ക് പ്രകടിപ്പിക്കുകയും അതേസമയം അതിനെതിരായി അവർ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ വിദഅത്തിന്റെ കക്ഷികൾക്ക് നമുക്ക് സംശയം തോന്നുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഈ ഖുർആൻ ഓതുകയും ഹദീസ് അർത്ഥം വെക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഖുർആനിലുണ്ട് അല്ലെങ്കിൽ ഹദീസിലുണ്ട് എന്ന് കേട്ടാലും അറിഞ്ഞാൽ അതിനെ തെറ്റായ രൂപത്തിൽ ദുർവ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനം എവിടെയും കണ്ടുകൊള്ളണം എന്നില്ല. മനസ്സിൽ അതിനെ വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിച്ച് അല്ലാഹു തആല പറഞ്ഞതിനെതിരായി അവന് തന്നെ അറിയാം ഞാൻ പറഞ്ഞത് മറ്റാരും പറഞ്ഞിട്ടില്ല, എന്നാലും അതിന്റെ മേൽ കഴിച്ചു തോന്നിയതുപോലെ വിശദീകരിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഈ നിഫാഖിന്റെ മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നല്ല പലപ്പോഴും തെറ്റാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ പോലും ആ തെറ്റാണെന്ന അറിഞ്ഞതോട് കൂടെ തന്നെ നിലകൊള്ളുന്ന വഹാബികളെയും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ നമുക്കറിയാം മടവൂർ വിഭാഗത്തിലെ ഒരു വലിയ പള്ളിയിലെ ഹദീബൊക്കെയാണ് താടിയൊക്കെ നിലച്ചൊരു മനുഷ്യൻ കൊണ്ടെത്തി മോഹത്തുള്ളാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നേതാവാണല്ലോ സലാം സുല്ലി, അയാളുടെ ചില വിശ്വാസം, അയാൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദുബിക്കമിൻ ഖുബൂസിൽ ഖബായിസ്, നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ആൺപിശാചികളിൽ നിന്നും പെൺപിശാചികളിൽ നിന്നും നമ്മൾ കാവൽ തേടാറുണ്ട്. എന്നാൽ ഈ
പിശാചു വിളിച്ച് പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു. അയാൾ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു, അയാൾ ആ പറഞ്ഞത് ശരിയല്ല, സലാം സല്ലം ഞാൻ പറഞ്ഞത് ശരിയല്ല, തെറ്റാണ്. ഇവരുടെ ഏറ്റവും വലിയ നേതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ അതെന്തുകൊണ്ട് തിരുത്താൻ തയ്യാറാകുന്നില്ല? ഇത്രയും വലിയ വധത്തരങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അതിൽ തന്നെ തിരുത്താൻ കാരണമെന്താണ്? അതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല, അതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ്. ഇപ്പൊ മാസപ്പിറവിയെ കുറിച്ച് നേതാക്കന്മാരുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടായി. മാസം അതുപോലെ പെരുന്നാളും നോമ്പുമൊക്കെ ഏകീകരിക്കുന്നതിന്റെ ഒരു ചർച്ച നടന്നു. ഇപ്പോ മുസ്ലിം സമൂഹം നമ്മുടെ കേരളത്തിൽ ഐക്യപരമായി തന്നെ നോമ്പും പെരുന്നാളുമൊക്കെ മുന്നോട്ട് പോകുമ്പോ അതാ ഇപ്പോഴും ഈ സലാം സല്ലമി അയാളുടെ നാട്ടിലെ ഇടവകയിൽ സ്വകാര്യ ജീവിതത്തിൽ ഇപ്പോഴും അതിനെതിരെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ അയാളുടെ അനുയായികൾ ബഹുഭൂരിഭാഗവും കേരളത്തിന്റെ പല ഭാഗത്തും ഉള്ള ആളുകൾ ഈ ഏകീകരണ സ്വഭാവമനുസരിച്ചും പെരുന്നാളും നോമ്പും കഴിക്കും. ഇതൊക്കെ അവർക്ക് പരസ്പരം അറിയാവുന്ന കാര്യമാണ്. അറിയാവുന്ന കാര്യമായിട്ടാണെങ്കിലും അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി അള്ളാഹുവിന്റെ പേരിൽ തിരുമറി നടത്തി ആ രൂപത്തിൽ അതൊന്നും കുഴപ്പമില്ല എന്ന രൂപത്തിലേക്ക് അറിയാവുന്ന കാര്യങ്ങളായിട്ട് പോലും അതിനെക്കുറിച്ച് കണ്ണ് ചുണ്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഈമാൻ ഹൃദയത്തിൽ കയറിയിട്ടില്ല. ഖുർആനിലും ഹദീസിലും വന്ന ആ തത്വങ്ങളോട് പൂർണ്ണമായി നിഷ്കളങ്കമായി കൂടെ അവർ പുലർത്തുന്നില്ല. നിഫാത്തിന്റെ സ്വഭാവങ്ങൾ അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ SYS ജുമായിൽ തർക്കമുണ്ടായതിനെ കുറിച്ച് അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ പോയേ ഉള്ളൂ. ഇപ്പൊ കണ്ടുണ്ടോ? പിന്നെ ഞാൻ ആപ്ലിക്കേഷൻസുകളൊന്നും തുറന്നിട്ടില്ല. അതൊരു 3G ഇന്റർനെറ്റിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കട്ടില്ലെങ്കിൽ നമുക്ക് തുടരാൻ വലിയ ശല്യം ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് നിർത്തുകയും ചെയ്യാം. തുടരാന് കട്ട് തോന്നുകയാണെങ്കിൽ പ്രയാസം തോന്നുകയാണെങ്കിൽ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് നിർത്താം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയമുള്ള ശ്രോതാക്കളെ, ഇങ്ങനെ ഖുർആനും ഹദീസും വിലയിരുത്തുന്ന വിഷയത്തിൽ വളരെ ലാഘവ ബുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഇത്തരം ആളുകൾ തെറ്റാണ് എന്നറിയുമ്പോൾ തന്നെ അത് ഗൗരവത്തിലെടുക്കാതെ ആ ആശയം വെച്ച് പുലർത്തുകയും ഒരു അഡ്ജസ്റ്റ്മെന്റ് രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് വഹാബി സമൂഹത്തിൽ ധാരാളമായി കാണാൻ പറ്റും എന്നല്ല അവരുടെ ആകത്തുക അത് തന്നെയാണ്. വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. തെറ്റാണെന്ന് അറിയുന്ന കാര്യങ്ങൾ പോലും ലാഘവത്തോടുകൂടെ കണ്ട് അത് വെച്ച് പുലർത്താനും അവർക്കൊരു മടിയും ഇല്ല എന്നത് ഒരുപാട് ഉദാഹരണ സഹിതം നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ഇതൊക്കെ നിഫാഖിന്റെ വ്യക്തമായ അടയാളങ്ങളാണ്. അവരും യഥാർത്ഥത്തിൽ ഈ കുഫാറിന്റെ പട്ടികയിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഫത്വയിലൊക്കെ നമുക്ക് വ്യക്തമായി കാണാം. വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു മേഖലയാണ് ഒരാളെ കുഫ്റ് കൊണ്ട് മുദ്രകുത്തുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരെ കുറിച്ച് വ്യക്തമായി തുറന്നു പറയുന്നില്ല എന്ന് മാത്രം അതൊക്കെ മഹ്ശറയിൽ വെച്ചാൽ ഒക്കെ ചെന്നാൽ നമുക്ക് ശരിക്കും ബോധ്യപ്പെടാവുന്ന കാര്യങ്ങളാണ്, ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കുഫാറിന്റെ പട്ടികയിൽ അവരിൽ ഭൂരിഭാഗം ആളുകളും പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതായിരുന്നാലും ഇങ്ങനെ രണ്ട് വിഭാഗത്തിന് യാസീൻ സൂറത്തിൽ അല്ലാഹു തആല വിവരിച്ചു. ഇത് ഒരു ഖുർആനിന്റെ ഉള്ള ഒരു
സ്ക്രീനിലൊന്നും പോകുന്നില്ല. ഹലോ, ഇപ്പൊ കട്ടുണ്ടോ? എനിക്ക് കണക്ടിവിറ്റി പ്രോബ്ലം ഏതാണ് ചോദിച്ചാണ്. അപ്പോ 11 വരെയുള്ള ആയത്തുകളുടെ ഒരു ചെറിയ വിവരമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അല്ലാഹു തആല പറയുന്നതായി കാണാം, മരണപ്പെട്ടുപോയ ആളുകളെ ജീവിപ്പിക്കുകയും അവർ മുൻകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മൾ. അതുപോലെ അവരുടെ ആഹാറുകൾ അവർ ഇവിടെ കാണിച്ചു പോയ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റുള്ളവർ ചെയ്യുന്നവ, അതുപോലെ അവർക്ക് വേണ്ടി മറ്റുള്ളവർ നടത്തുന്ന ഹദിയകൾ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കും എന്ന് തുടങ്ങിയിട്ട് ബന്ധപ്പെട്ട വിഷയം അതുതന്നെയാണല്ലോ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രമേയങ്ങളിൽ ഒന്ന് ആഖിറം, മരണാനന്തര ജീവിതം. അതിനുശേഷമാണ്. കാരണം ഭൗതിക ജീവിതത്തിന് അല്ലാഹു തആല ഒരു വിലയും നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നൽകിയിട്ടില്ല എന്നാണ്. ഖുർആനിന്റെ ഏറ്റവും വലിയ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നോട്ടം പ്രതിപാദ്യ മേഖല, ശ്രദ്ധേയ മേഖല തന്നെ ആഖിറമാണ്. അങ്ങോട്ടുള്ള സൂചനയാണ് പിന്നീട് നൽകുന്നത്. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കക്കാരോട്, ഖുറൈശികളോട്, അവിടെയുള്ള കുഫാറുകളോട്, മുശ്രിക്കീങ്ങളോട് ഈ ഷഹാദത്ത് കലിമ, ഈ തൗഹീദ് ഇതെല്ലാം വെച്ച് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പിന്തിരിപ്പൻ നിലപാടുകളെ വളരെ അർത്ഥവത്തായ രൂപത്തിൽ ഉദാഹരണ സഹിതം നല്ല വാഴ്ന്നു പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഇത് അർസൽനാ ഇലൈഹിം ഇസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സബ്നാ ബിദാലിക ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ എന്നിങ്ങനെ തുടങ്ങി 13ാമത്തെ ആയത്ത് മുതൽ പിന്നീട് വലിയ ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് അല്ലാഹു തആല നമ്മെ കൊണ്ടുപോകുന്നത്. 13ാമത്തെ ആയത്ത് മുതൽ 29ാമത്തെ ആയത്ത് വരെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് പൂർവീയ കാലത്ത് സംഭവിച്ച സംഭവ വികാസങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് പിന്നീട് ചെയ്യുന്നത്. എന്താണ്? അന്താക്കിയ എന്ന രാജ്യത്തിലേക്ക് 2 ദൂതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 2 മുർസലീങ്ങളെ പറഞ്ഞേക്കുകയും പിന്നീട് ഒരാളെ കൂടി വർദ്ധിപ്പിച്ച് കൊടുത്ത് 3 ആളുകളാക്കി മാറ്റി. 3 മുർസലീങ്ങൾ, ടോട്ടൽ 3 ആളുകളെ അന്താക്കിയ എന്ന പ്രദേശത്തേക്ക് ഇസ്ലാമിക പ്രചരണത്തിന്റെ ഭാഗമായി അല്ലാഹു തആല മുർസലീങ്ങളായി പറഞ്ഞ് അയച്ചു കൊടുത്തൊരു കഥയാണ്. ആ കഥ ഈ ശ്രോതാക്കൾക്ക്, മക്കാ മുശ്രിക്കീങ്ങൾക്ക്, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകൾക്ക് നബിയെ അങ്ങ് വിവരിച്ചു കൊടുക്കണം. അതിൽ നിന്ന് പാഠം കൊണ്ടുകൊണ്ട് അവര് ഇസ്ലാമിലേക്ക്, ആ ശാബ്ദ തീരത്തേക്ക് അവർ എത്തിച്ചേരട്ടെ എന്നാണ്. അന്താക്കിയയിലേക്ക് പറഞ്ഞയച്ച ഈ 3 ആളുകൾ, അവരെ കുറിച്ച് അവർ അന്താക്കിയ നിവാസികളോട് വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും അവർ അതിന് ചോദ്യം ചെയ്യുകയും, നിങ്ങൾ പല മുൻഗാമികളായ ചരിത്രത്തിലുടനീളം കാണാം, ഏത് ദൂതന്മാര് വരുമ്പോഴും ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അവരോട് പറഞ്ഞ മറുപടി, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യന്മാര് മാത്രമാണല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നബിയാവുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അവനെ മലക്കിനെയോ മറ്റോ പറഞ്ഞയച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ അവരോട് പ്രതികരിച്ചതും.
ഞങ്ങളുടെ ദൗത്യം നിങ്ങളിലേക്ക് ഈ ദീനിനെ, ഈ സുന്ദര ആശയത്തിനെ എത്തിച്ചു തരൽ മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം എന്ന് ഇവർ പറയുകയും ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ എന്ന് ആ രൂപത്തിൽ ഇവരുടെ ആ ഒരു ബാധ്യത നിറവേറ്റുന്ന സംസാരങ്ങൾ ഇവർ സംസാരിക്കുകയും ചെയ്തപ്പോൾ ആ നിവാസികൾ പറഞ്ഞു, നിങ്ങളുടെ വരവിന് ശേഷം ഞങ്ങൾക്ക് ബലാ മുസീബത്തുകൾ, ഞങ്ങൾക്ക് ഇടങ്ങേറുകൾ, ഞങ്ങൾക്ക് ദുഷ്ശകുനം പിടിപെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ, അല്ല, നിങ്ങളുടെ ദുഷ്ശകുനം നിങ്ങളുടെ ദുശ്ചെയ്തികൾ തന്നെയാണ് എന്ന് പ്രവചിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീട് ആ ചരിത്ര സംഭവത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ നാട്ടുകാരും ഈ ദൂതന്മാരും തമ്മിലുള്ള ഈ വാദങ്ങൾ പരസ്പരം നടക്കുമ്പോൾ ഈ നാട്ടുകാര് ദൂതന്മാർക്കെതിരെ കയ്യേറ്റത്തിനും അവരെ കൊലപ്പെടുത്താനും ശ്രമമുണ്ടായപ്പോൾ അല്ലാഹു തആല മറ്റൊരു മനുഷ്യൻ, ഹബീബ് നജ്ജാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ ഈ ദൂതന്മാരുടെ സഹായത്തിനും അവരുടെ വാദത്തെ ന്യായീകരണവുമായി അവിടെ പ്രത്യക്ഷപ്പെടുന്ന സംഭവം അതിന്റെ അവസാനമായി പറയുന്നതായി കാണാം. അദ്ദേഹം ആക്രമിട്ടുകൊണ്ട് അവരോട് ഈ മുർസലീങ്ങളെ സ്വീകരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ അതിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചും ഗൗരവത്തെക്കുറിച്ചും അക്കമിട്ടുകൊണ്ട് വിശദീകരിക്കുന്നതായി കാണാം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നു, ഇപ്പയോ മല്ലായസ്തലുക്കും അജറവഹും മുഹ്തദൂൻ ഫമാലിയല അഅ്ബുദുല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ. നിങ്ങളോട് യാതൊരു വേതനവും ശമ്പളവും കൂലിയും പറയാത്ത ഈ മുസ്ലിങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? നിങ്ങൾ വിശ്വസിക്കണം. എന്നെ സൃഷ്ടിക്കുകയും എന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന അല്ലാഹു തആല, ആ അല്ലാഹു തആലയെ ആരാധിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? ഇങ്ങനെ തുടങ്ങി ബിംബങ്ങളിലുള്ള ആരാധനകൾക്ക് എന്ത് ന്യായമാണുള്ളത്? അവ എന്ത് ഒരു ശുപാർശയും ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ബിംബങ്ങൾ, നമ്മെ രക്ഷപ്പെടുത്താത്ത ഈ ബിംബങ്ങൾ ആരാധിക്കുന്നതോ അത് മഹാമണ്ഡപരമാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ ഉപദേശങ്ങൾ അദ്ദേഹം കൊടുത്തപ്പോൾ ആ നാട്ടുകാർ അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണം നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ മരണം വരിക്കുമ്പോഴും ഹബീബ് നജ്ജാറിന്റെ മനസ്സിലുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഹദി ഖൗമൻ ഫഇന്നഹും ലാ യഅലമൂൻ, പടച്ചോനെ ഈ ജനതയെ നീ നിർമാർഗത്തിലാക്കണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. തിരുദുഖുൽ ജന്ന, അപ്പോഴും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും അദ്ദേഹം പറയുന്നത്, യാ ലൈത ഖൗമി യഅലമൂൻ, ഞാൻ ഇപ്പോൾ സ്വർഗത്തിലേക്കാണ് പോയിട്ടുള്ളത് എന്ന വിവരം എന്റെ സമൂഹം ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹു എനിക്ക് പാപമോചനവും അതുപോലെ ആദരവിൽ നിന്ന് പെടുത്തിയ വിവരം അവരറിഞ്ഞിരുന്നുവെങ്കിൽ, അപ്പോഴും എന്റെ സമൂഹം നന്നായി കിട്ടിയെങ്കിലും തന്നെ കൊലപ്പെടുത്തിയ സമൂഹം ഇസ്ലാമിന്റെ ശാസ്ത്രത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് വല്ല ഒരു മുഷിയപ്പോ ഈ ഹബീബിൽ വെച്ചാൽ ഈ ഒരു ഉദാഹരണം, ഈ ഒരു ചരിത്ര സംഭവം അല്ലാഹു തആല ഇവിടെ എടുത്ത് യാസീൻ പറയുകയാണ്. ഇത് ഇവിടെ ആ മുസ്ലിങ്ങളുടെ പേര് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, ഹബീബ് നജ്ജാറിന്റെയും പേര് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല, ഏത് നാട്ടിലേക്കാണ് പറഞ്ഞയച്ചത് എന്ന വിവരവും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ സംഭവങ്ങൾ തഫ്സീറിന്റെ കിതാബുകൾ നോക്കിയാൽ നമുക്ക് അന്താക്കിയാണ് എന്നും ഹബീബ് നജ്ജാറാണ് കൊല്ലപ്പെട്ടത് എന്നും ആ മുസ്ലിങ്ങൾ അത് ആരാണ് എന്ന വിഷയത്തിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കവിടെ കാണാം. ഷംഊൻ അതുപോലെ യോഹന്ന ഇങ്ങനെയുള്ള ആളുകളാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഏതായിരുന്നാലും ഈ ആയത്തുകൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ചില വ്യക്തികളെ, ചില മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു എന്ന് വെച്ചാൽ തന്നെയും ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഇത്തരം ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അല്ലാഹു മുർസലീങ്ങളെ പല നാട്ടിലേക്കും പറഞ്ഞയച്ച ചില സൂറത്തുകളിലൊക്കെ തന്നെ സൂറത്ത് ഹൂദ് അതുപോലെ ഇങ്ങനെയുള്ള അമ്പിയാക്കളുടെ പേരിൽ പറഞ്ഞുകൊണ്ട് അവരുടെ ചരിത്രങ്ങൾ പലയിടത്തും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. അവിടെയൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ യാസീനും അതിന്റെ ആ കാമ്പിലേക്കുള്ള ഏതാനും സൂചനകൾ മാത്രമാണ് ഈ ചെറിയ രൂപത്തിൽ ചരിത്രം വിവരിക്കുമ്പോൾ അല്ലാഹു തആല ചെയ്തത്. ഖുർആൻ, യാസീൻ ഖുർആനിന്റെ ഹൃദയമാകുന്നതിന്റെ ഓരോ ഘട്ടത്തിലേക്ക്
വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഷരീഫ് പോയോ പിന്നീട്ടൊക്കെയല്ലോ ഇപ്പോ ക്ലിയർ ഉണ്ടോ? എന്താ നമ്മുടെ സ്റ്റെപ്പ് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ക്ഷമയും കുറച്ചു നേരം കൂടി പറയുന്നുള്ളൂ. ഇടയ്ക്ക് കട്ടിപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നത്. അപ്പൊ ഈ അണ്ടാക്കിയക്കാരായ ആളുകൾ, ഈ ആളുകളെ പ്രബോധന വിഷയത്തെക്കുറിച്ചുള്ള ഉദാഹരണങ്ങൾ വിവരിക്കുക വഴി യഥാർത്ഥത്തിൽ അല്ലാഹു തആല ചെയ്തിട്ടുള്ളത് ഖുർആനിന്റെ ആദ്യം മുതൽക്ക് അവസാനം വരെയുള്ള പല സൂറത്തുകളിലും അല്ലാഹു തആല അവന്റെ വിവിധങ്ങളായ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ള അവരുടെ ഉപദേശങ്ങളിലേക്കും അതിന്റെ പര്യവസാനമായി ആ സമൂഹത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ദുരന്ത കഥകളും അല്ലാഹു തആല വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് ഒക്കെ നമ്മൾ പഠിച്ച് പാഠം ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളാണ്. അതിലേക്കുള്ള ചെറിയൊരു സൂചനയാണ് യാസീനിലെ ഏതാനും ചില ഈ ആയത്തുകളും കൂടെ അല്ലാഹു തആല ഇവിടെ നൽകുന്നത്. അപ്പോ യാസീൻ ഖുർആനിന്റെ കൽബ് തന്നെയാണ്, എല്ലാ മേഖലകളെയും പരാമർശിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോ ഈ ആയത്തുകളിലൂടെ ഇങ്ങനെ ഈ മനുഷ്യനെ കൊല്ലപ്പെടുകയും അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. പിന്നീട് അല്ലാഹു തആല ഒരു വലിയ സൈന്യത്തെയൊന്നും ഇറക്കി അവരെ നശിപ്പിക്കാനൊന്നും മെനക്കെട്ടിട്ടില്ല. ഒരട്ടഹാസം അത്രയേ വേണ്ടി വന്നിട്ടുള്ളൂ. അവരതാ അപ്പാടെ നാമാവശേഷമാവുകയാണ്. അല്ലാഹു തആലക്ക് ഒരുപാട് മെനക്കുകൾ ഇറക്കിയിട്ട് നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രൂപത്തിൽ ഈ ആയത്തുകളെ തഫ്സീർ ചെയ്യുന്ന മുഫസ്സിറുകളെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഖുർആൻ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബി അലൈഹി സ്വലാം, ഹൂദ് നബി അലൈഹി സ്വലാം, ഷുഐബ് നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രങ്ങൾ ഖുർആൻ വിശദീകരിക്കുകയും അവരുടെ ജനതയ്ക്ക് സംഭവിച്ച ദുരന്ത കഥകൾ നമ്മളെ വിവിധങ്ങളായ സൂറത്തുകളിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സൂറത്തുകളിലേക്കും ആ പ്രവാചകന്മാരുടെ ജീവിതങ്ങളിലേക്കുമൊക്കെ വിശദമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണെങ്കിലും യാസീനിന്റെ ഈ ആയത്തുകളിലൂടെ അതിലേക്കുള്ള സംക്ഷിപ്തമായ ഒരു വ്യക്തിനോട്ടം, ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രബോധന ദൗത്യവുമായി മക്കയിൽ ചെല്ലുമ്പോൾ, ഈ ലോകത്ത് മനുഷ്യ സമൂഹത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുത്തു കാണിക്കാനുള്ള, മുന്നോട്ട് വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഅദ് തന്നെയാണ്, പ്രധാനപ്പെട്ട ഒരു മേറ്റത് തന്നെയാണ് മുൻകാലങ്ങളിൽ ഇവിടെ ജീവിച്ചുപോയ പൂർവികരായ ആളുകളുടെ ആ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും അതിന് ചെവിക്കൊള്ളാതെ ജീവിച്ച ആളുകൾക്കുള്ള ദുരന്ത ഫലങ്ങളും ദുരിതങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ്. അതാണ് ഈ ആയത്തുകളിലൂടെ ഇവിടെ പറയുന്നത്. പാഠം ഉൾക്കൊള്ളുന്നവന്, സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന്, അതല്ലെങ്കിൽ തന്റെ ഭാവി ഇരുമടങ്ങലാകരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ധാരാളം തത്വങ്ങൾ, ആശയങ്ങൾ ഉണ്ട് എന്നൊരു സത്യമാണ്. ഇന്നും നിങ്ങൾ എന്തുകൊണ്ട്, ഖുർആൻ പല സ്ഥലങ്ങളിൽ ചോദിച്ചല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭൂമിയിലൂടെ യാത്ര നടത്തുന്നില്ല? നിങ്ങളുടെ പൂർവികർക്ക് സംഭവിച്ചു പോയ ദുരന്തങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് കണ്ടുപഠിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫ് പല സ്ഥലങ്ങളിലും ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈജിപ്തിന്റെ ഭൂമി അത്തരം എന്ന് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുമ്പ്, അവിടെ കലാപങ്ങൾ വരുന്നതിന് മുമ്പ് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇപ്പോ അതിനൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കാൻ സാധ്യത. അതുപോലെ പദങ്ങൾ ഉൾക്കൊള്ളാനുണ്ടോ? അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും നമുക്കൊരു സ്വാലിഹായ അമലായി
സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഷരീഫിനെ വേണ്ട രൂപത്തിൽ സമീപിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും.